അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. മൻഷർ അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ 2009 മുതൽ തന്നെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, അതുപോലെ PUC, കോമേഴ്സ്, സയൻസ് വിഭാഗങ്ങൾ, LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ, അതുപോലെ വുമൻസ് ശരീഅത്ത് കോളേജ് അടക്കമുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ 1000ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. 2025 ജൂണിൽ പുതിയ ഒരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൻഷർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന മതഭൗതിക സമന്വയിപ്പിച്ചുകൊണ്ട് 6 വർഷം കൊണ്ട് മുഖ്തസർ ബിരുദവും ഭൗതിക പഠനവും നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ 7ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം പാസ്സായി 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയമിൽ ഇവിടെ ജോയിൻ ചെയ്യേണ്ടതാണ്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 3 വർഷം കൊണ്ട് അവർക്ക് ഇവിടെ ഇംഗ്ലീഷ് മീഡിയമിൽ സ്കൂൾ പഠിപ്പിക്കുകയും അതോടൊപ്പം അവർ പ്രാഥമികമായി പഠിച്ചിരിക്കേണ്ട കിതാബുകൾ വിദഗ്ധരായ ഉസ്താദ്മാരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. SSLC 3 years, അങ്ങനെ മൊത്തം 6 വർഷമാണ്. SSLCക്ക് ശേഷം കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വഴി ചൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം SSLCക്ക് നല്ല മാർക്കോട് കൂടെ കുട്ടികളെ പാസ്സാവാനുള്ള സ്പെഷ്യൽ കോച്ചിങ് അടക്കം നമ്മളിവിടെ കൊടുക്കുന്നതായിരിക്കും. SSLC ശേഷം അവർക്ക് ഏത് റൂട്ടിൽ പോകണമെന്ന് അവരുടെ ഗോൾ സെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ പാഷനും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഏത് റൂട്ടിലേക്കാണ് പോകേണ്ടത് എന്ന് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ആ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന വിധത്തിലുള്ള പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. SSLCക്ക് ശേഷം ഇവിടെ 3 വർഷമാണല്ലോ, ആ 3 വർഷത്ത് 2 വർഷം അവർക്ക് സയൻസ് അല്ലെങ്കിൽ കോമേഴ്സ് വിഭാഗത്തിൽ +1 +2, അതായത് PUC, ഫസ്റ്റ് PUC, സെക്കൻഡ് PUC എന്ന വിഭാഗങ്ങളിൽ അവർക്ക് പഠിക്കാം. ഇനി ഒരാൾക്ക് പാരാമെഡിക്കൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ 3 വർഷം കൊണ്ട് പാരാമെഡിക്കൽ പഠനം പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ പാരാമെഡിക്കലിലും അവർക്ക് ജോയിൻ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. PUCയിൽ ജോയിൻ ചെയ്ത കുട്ടികൾ, അതായത് സയൻസിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ചിലപ്പോൾ അവരുടെ ഡ്രീം ഡോക്ടർ ആവലായിരിക്കും, എൻജിനീയർ ആകലായിരിക്കും, ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനുതങ്ങുന്ന അവർക്കുള്ള ട്രെയിനിങ്ങുകൾ, കോമേഴ്സ് വിഭാഗത്തിൽ ചേരുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ ഉപരിപഠനം എന്താണ് അവർ താല്പര്യപ്പെടുന്നത്, അതിന് പോകാൻ അതിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് വേണ്ടത്, അതിനെന്തൊക്കെയാണ് ട്രെയിനിങ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ സയൻസ് പഠിച്ച കുട്ടികൾക്ക് മറ്റൊക്കെയായി നീറ്റ് ട്രെയിനിങ്, അതുപോലെ CET ട്രെയിനിങ്, JEE പോലെയുള്ള കോച്ചിങ്ങുകളെല്ലാം അവരെ കൊടുത്തുകൊണ്ട് അവരുടെ ഫ്യൂച്ചറിൽ അവർക്കൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ ഡോക്ടർ ആവാം, എൻജിനീയർ ആവണമെങ്കിൽ അവർക്ക് എൻജിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു CA ആകാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ പോകാം. ഒരു പാരാമെഡിക്കൽ പഠിച്ചുകൊണ്ട് DMLT, DMIT പോലെയുള്ള കോഴ്സ് ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലും കൂടി ജോലി, ഒരു മദ്രസ അധ്യാപകനായി നിൽക്കലോടൊപ്പം ഒരു ഹോസ്പിറ്റലിലും കൂടി ഒരു ജോലി നോക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ നിലക്ക് നീങ്ങാം. അങ്ങനെ അവർക്ക് വേണ്ട രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് 6 വർഷം കൊണ്ട് ഒരു മുഖ്തസർ, സാധാരണ ദഅ്വ കോളേജുകളിൽ ഒരു മുഖ്തസർ ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾ എന്തെല്ലാം കിതാബുകളാണോ പഠിച്ചിരിക്കുന്നത് ആ കിതാബുകൾ മുഴുവനും വളരെ നല്ല ശൈലിയിൽ ഈ കുട്ടികൾ പഠിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടാവുമല്ലോ. അങ്ങനെ അവർക്ക് അവരുടെ ഉപരിപഠനം ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. ഇവിടെ തന്നെ വലിയ വലിയ കോളേജുകൾ ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അവർക്ക് PG വലിയ നിലക്ക് ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാകും. അവർക്കൊക്കെ സൗകര്യം ഒതുക്കുന്ന വിധത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ 6 വർഷം കൊണ്ട് കുട്ടികളുടെ സമയം വേസ്റ്റാക്കാതെ 6 വർഷം കൊണ്ട് മുഖ്തസർ ബിരുദം നേടാനുള്ള അർഹത അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് മുഖ്തസർ ബിരുദം കൊടുക്കുകയും അതുപോലെ +2 ചെയ്ത കുട്ടികൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ചെയ്ത കുട്ടികൾക്ക് അവർക്ക് ഏത് നിലക്ക് ജോലിക്ക് പോകുകയാണെങ്കിൽ ജോലിക്ക്, അല്ലെങ്കിൽ +2 ചെയ്ത കുട്ടികൾ, അതായത് PUC കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വേറെ എവിടെയെങ്കിലും പോയിക്കൊണ്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് അങ്ങനെയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ശൈലിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത കോഴ്സാണ്
മൻഷർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന 6 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ, വളരെ ലിമിറ്റാണ് സീറ്റ്സ് ഉള്ളത്. നമുക്ക് കുറേ കുട്ടികളെ എടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഇത് നമ്മൾ സ്പെഷ്യൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കുട്ടികളുടെ അവരെ അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങെല്ലാം കൊടുത്തുകൊണ്ട് വികസിപ്പിച്ച് എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ വേണ്ടതുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വളരെ ലിമിറ്റ് സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ഒരു ഫോം കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ഫോമിൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആ കുട്ടികൾക്കുള്ള ഇൻ്റർവ്യൂ ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ആ ഇൻ്റർവ്യൂക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്കൂൾ വിഭാഗത്തു നിന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റും അവരെ ഇൻ്റർവ്യൂ ചെയ്യും. അതുപോലെ ഉസ്താദുമാരും കൂടി ഇൻ്റർവ്യൂ ചെയ്യും. ആ ഇൻ്റർവ്യൂവിൽ പാസ്സായ കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ ചേരാനുള്ള ചാൻസ് കിട്ടുക. അതുപോലെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ഈ ഇൻ്റർവ്യൂവിൽ പാസ്സായി സെലക്റ്റായ കുട്ടികൾക്ക് അവരുടെ താമസ സൗകര്യവും അതുപോലെ അവരുടെ ഭക്ഷണവും അവരുടെ ഇസ്ലാമിക് എഡ്യൂക്കേഷനും മുഴുവനും ഫ്രീ ആയിരിക്കും നൽകുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാമിൽ നിങ്ങളെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ ലിമിറ്റ് സീറ്റ് മാത്രം അവൈലബിൾ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതായിരിക്കും. ഇൻ്റർവ്യൂയുടെ ഡേറ്റും മറ്റും അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫോളോ ചെയ്ത് ഇൻ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി നിങ്ങൾക്കൊരു ഓറിയൻറ്റേഷനിലൂടെ അറിയിച്ചു തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ഥാപനത്തിൽ വെച്ച് നേരിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.